ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ നിമിഷം മുതൽ അവനെ ഓൺലൈൻ മീഡിയാസ് വേട്ടയാടും മോളെ. പിന്നെ ജാമ്യം കിട്ടി പുറത്തു വന്നാൽ പോലും സ്വൈരം കൊടുക്കില്ല അവര്. നിത്യ മോളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. ആദ്യം കല്യാണി നമുക്ക് തിരിച്ചു കിട്ടി. എന്റെ പ്രാർത്ഥന കേട്ടല്ലോ, എന്റെ മക്കളെ തിരിച്ചു തന്നല്ലോ. ഞാൻ എന്നെ അവിടുത്തെ മുന്നിൽ സമർപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളെ പോലീസുകാർ കൊണ്ടുവരുന്നുണ്ട് അല്ലേ? അതെ. എല്ലാവർക്കും നമ്മളെ രണ്ടുപേരെയായിരുന്നു സംശയം. ആന്നേ, അതിപ്പോ കുട്ടികൾ വന്ന് കാര്യം പറയുമ്പോ തീരില്ലേ? കല്യാണിയെ കാണാതായതിനെ അയാള് വീണ്ടും എന്നെ അടിച്ചു. ഇടി അവനെ ഒതുക്കാനുള്ള വഴി ഞാൻ പറഞ്ഞൊന്നുമല്ല. നീ ഇതുവരെ ചെയ്തില്ലല്ലോ. ആര് പറഞ്ഞു ചെയ്തില്ലാന്ന്? ഞാനിന്ന് സ്റ്റേഷനിൽ പോയിരുന്നു, പരാതിയും കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയില്ലേ? ഉണ്ട്. ഹരി എന്റെ ഭർത്താവാണ്. ഭാര്യയായ ഞാൻ വീട്ടിലുണ്ടായിരിക്കെ ഒരു ബന്ധമില്ലാത്ത ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് മുറി കയറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ പേരിൽ എന്നെ നിരന്തരമായി ഗാർഹിക പീഡനത്തിന് ഇരയാക്കുന്നു. എനിക്കതിൽ നിന്ന് നീതി വേണം. ഇതാണ് കൊടുത്ത പരാതി. ഇതുപോരെ? മതി. ഇക്കാലത്ത് ഒരാണിനെ പൂട്ടാൻ ഒരു പെണ്ണിന്റെ ഇത്തരം കംപ്ലൈന്റ് മാത്രം മതി. പോലീസുകാർ വരട്ടെ. അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ എനിക്കും ചില ചുമതലകളുണ്ട്. അതെന്താ? ഇത്രയും കാലം ഇത് നമ്മൾ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വിഷയമായിരുന്നു. ഇനി അത് പോരാ. അവനെക്കുറിച്ച് നാട്ടുകാരറിയണം. അവനെ സ്നേഹിച്ചിരുന്ന പണ്ടത്തെ നാട്ടുകാരും ഇവിടെയുള്ളവരൊക്കെ അറിയണം. നെറികെട്ടവനെന്നും വഴി പിഴച്ചവനെന്നും പറഞ്ഞ് അവനെ കല്ലെറിയുന്നത് എനിക്ക് കാണണം. നിന്റെ പരാതി അനുസരിച്ച് ആ പോലീസുകാർ ഹരിയെ അറസ്റ്റ് ചെയ്ത ആ നിമിഷം മുതൽ അവനെ ഓൺലൈൻ മീഡിയാസ് വേട്ടയാടും മോളെ. പിന്നെ ജാമ്യം കിട്ടി പുറത്തു വന്നാൽ പോലും സ്വൈരം കൊടുക്കില്ല അവര്. കെട്ടിത്തൂങ്ങി ചാവേണ്ടി വരും അവൻ. അതാണ് സ്ഥിതി. ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി.
സാർ വരൂ. ആദി എവിടെയായിരുന്നു അമ്മയുടെ മോൻ? എന്തിനാ അമ്മയെ വിഷമിപ്പിച്ച? എന്താ നീ കാണിച്ചത്? അച്ഛനെ നീ വിഷമിപ്പിച്ചു കളഞ്ഞല്ലോ. കുട്ടികളോട് കാര്യങ്ങൾ ഞങ്ങൾ വിശദമായി ചോദിച്ചു. അല്ല, ഇവിടെ ആരുടെ കല്യാണം നടക്കാൻ പോകുന്നത്? അത് സുജാതയുടെ മോളുടെ ആ കുട്ടിയുടെ. അപ്പൊ ഈ കുഞ്ഞ് നിത്യാമ്മ എന്ന് പറയുന്നത്? അത് സുജാതയുടെ മരുമകളാ. ആദ്യം ആ മോൻ അമ്മയെ പോലെയാ കാണുന്നത് നിത്യയെ. അപ്പൊ അത് തന്നെ കാര്യം. വാ പോവാം. ഈ കുട്ടിക്ക് ഇവരെ വിട്ടുപിരിയാൻ ഇഷ്ടമല്ല. ഇവരെങ്ങോട്ടെങ്കിലും പോയാൽ ഈ കല്യാണം നടക്കില്ലെന്നും അതുകൊണ്ട് അമ്മയെ പിരിയേണ്ടി വരില്ലെന്നും ഇവര് തമ്മിൽ പ്ലാൻ ചെയ്തു. എനിക്ക് നിത്യാമ്മ വിട്ട് പോവാൻ പറ്റില്ല. എന്നെ പറഞ്ഞെങ്കിലൊന്ന് പറ അമ്മ. നിത്യമ്മേനെ വിട്ട് മോൻ ആരെടുത്തും പോവില്ല. നിത്യമ്മ മോനെ ആർക്കും വിട്ടുകൊടുക്കില്ല. അല്ല സാറേ, ഇതുവരെ ഈ കുട്ടികൾ എവിടെയായിരുന്നു? നിങ്ങൾക്ക് ഇവരെ എവിടെന്നാ കിട്ടിയേ? ഇവര് പറഞ്ഞനുസരിച്ച് നമ്മുടെ കാവിന്റെ അടുത്തൊരു കാട് പ്രദേശമുണ്ട്. ആ, അവിടേക്കാ അവര് പോയത്. അയ്യോ. രാത്രി രണ്ടുപേരും പേടിച്ചവിടെ നിൽക്കുകയായിരുന്നു. അപ്പൊ സന്യാസി അവരുടെ മുമ്പിൽ വന്നെന്നും അദ്ദേഹം ഇവരെ സ്റ്റേഷനിലെത്തിച്ചെന്ന ഇവരുടെ മൊഴി. പക്ഷേ അങ്ങനെ ഒരാളെ ഞങ്ങളുടെ കൈ കിട്ടിയിട്ടില്ല.